സർ, ബി.ജെ.പിയുടെ ഒരു മുദ്രാവാക്യമാണ് വികസിത കേരളം. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമാണ് ആ ഒരു മുദ്രാവാക്യം തന്നെ അവർ കുറച്ചുകൂടി വികസിപ്പിച്ചത്, വികസിത കേരളം എന്നുള്ളത്. ഇപ്പോൾ മാരാർജി ഭവനിൽ ചെന്നാലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വികസിത കേരളം. അമിത്ഷാ വന്നപ്പോഴും ഈ ഒരു വേർഡ് എടുത്തു പറയുകയാണ് ചെയ്തത്, വികസിത കേരളം. ശരിക്കും ബി.ജെ.പിയുടെ പദ്ധതി എന്താണ് കേരളത്തിൽ? ബി.ജെ.പിക്ക് കേരളത്തിൽ പദ്ധതി ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അമിത്ഷാ വന്ന് പോയപ്പോൾ പറഞ്ഞത് എന്താണ്? 2026 അധികാരത്തിൽ വരും ഞങ്ങൾ. ഞെട്ടിപ്പോയി എല്ലാവരും. കേരളത്തിലെ രണ്ട് മുന്നണികളും ഞെട്ടി, ബി.ജെ.പിയിലുള്ളവരും ഞെട്ടിപ്പോയി. 2031 കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അമിത്ഷാ വെറും വാക്ക് പറയുന്ന ഒരാളൊന്നും അല്ല. അവർക്ക് അളന്നു കുറിച്ചു തൂക്കി പറയുന്നവരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി.ജെ.പിക്ക് കേരളം എന്ന് പറയുന്നത് ബാലികേറാമലയൊന്നും അല്ല. 2 സീറ്റിൽ തുടങ്ങിയവരാണ്, ഇന്ന് രാജ്യം ഭരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അവർ എത്രയെത്ര സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്തു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയുന്നുണ്ട് ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാണ് എന്ന്. അതുതന്നെയാണ് കാണാൻ പോകുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും കേരളവും ഇവർ പിടിച്ചെടുക്കുന്ന കാലമെന്ന് പറയുന്നത് വിദൂരമല്ല. ഇപ്പോൾ കേരളത്തിൽ വളരെ പെട്ടെന്ന് ഒരു 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 കടന്നാക്രമണം തന്നെ നടന്നിരിക്കുകയാണ്. അത് അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെയാണ്. ഇപ്പോൾ നോക്കുക, ഈ ബി.ജെ.പി CPM-നെ പശ്ചിമ ബംഗാളിൽ നിന്ന് തുടച്ചെറിഞ്ഞു കളഞ്ഞില്ലേ? പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിയുടെ സാന്നിധ്യമുണ്ട്. അവിടെ ഇപ്പോൾ ബി.ജെ.പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. പിന്നെ അങ്ങനെ അതുപോലെ എത്രയെത്ര സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയും ഉറപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഉറപ്പിച്ചു എന്നും പറയാൻ കഴിയത്തില്ല. ഒരു പാർലമെന്റ് അംഗമുണ്ട്, ലോക്സഭയിലേക്ക് 2024 അക്കൗണ്ട് തുറന്നു, നിയമസഭയിൽ തുറന്നത് 2021 ഇല്ലാതാക്കി. പക്ഷെ ഇവിടെ ഇപ്പോൾ നോക്കണം, ഇനി 26 കിട്ടണമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമാണ്. ഇതിനു വേണ്ടി ബി.ജെ.പി ഉണ്ടാക്കിയിരിക്കുന്ന ചില പദ്ധതികളുണ്ട്. ഇപ്പോൾ ഒന്ന്, നമുക്ക് ഉണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റി. ഇപ്പോൾ വന്നിരിക്കുന്നത് ആർലേക്കറാണ്. മറാത്ത ബെൽറ്റിലുള്ള ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ RSSുമായി ബന്ധമുള്ള, RSSൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളാണ് ആർലേക്കർ. അങ്ങനെയുള്ള അദ്ദേഹം ഗോവയിൽ മന്ത്രിയായിരുന്നു, പിന്നെ ബീഹാറിൽ ഗവർണറായിരുന്നു. അവിടെ നിന്നാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ വെറുതെ അല്ല വന്നത്, ഭാരതാംബയുടെ ചിത്രവുമായിട്ടാണ് വന്നത്. ആ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ഇവരൊക്കെ തന്നെ എന്ത് ചെയ്തു? പാർട്ടിക്കാർ മുഴുവൻ വീണുപോയില്ലേ? സകല പാർട്ടിക്കാരും അവിടെ വീണുപോയി എന്നുള്ളതാണ്. ശിവൻകുട്ടിക്കൊക്കെ എത്ര നാള് ഈ ഭാരതാംബയുടെ ചിത്രം കണ്ട് മുഖം തിരിച്ച് മാറി നിൽക്കാൻ കഴിയും? ആർലേക്കർ വന്ന അവസരത്തിൽ പിണറായി വിജയൻ പോയി കാണുന്നു. എല്ലാവരും പറഞ്ഞു കേരളത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, ശാന്തമായി എന്ന്. അന്ന് ആരോ പറഞ്ഞു ഈ ഗവർണറെ, ആർലേക്കറെ അണലിയോട് ഉപമിച്ചു, അണലിപ്പാമ്പിനോട്. അണലിപ്പാമ്പെന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ചുരുണ്ട് കിടക്കും, വലിയ വിഷമുള്ളവനാണ്. ഈ വലിയ ഒച്ചയൊന്നും കേട്ടാൽ അവൻ പെട്ടെന്ന് പോകത്തില്ല, മറ്റു പാമ്പുകളെ പോലെ. അവൻ അങ്ങനെ തന്നെ കിടക്കും. അത്തരത്തിലുള്ള ഒരാളാണ് ആർലേക്കർ എന്നാണ് ആരോ ഒരാൾ ഉപമിച്ചതാണ്. അത് ശരിയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു ഹാർഡ് കോറാണ് ആർലേക്കർ എന്ന് പറയുന്നത്. വളരെ ഉന്നം വെച്ച് തന്നെയാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അതൊന്ന്. 2, പോലീസ് മേധാവിയായിട്ട് വന്നിരിക്കുന്നത് റവാഡ ചന്ദ്രശേഖർ അല്ലേ? അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിലെ പ്രതിയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞു നിർത്തിയിരുന്ന ആളാണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ അംഗീകരിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് പിണറായി വിജയനും പാർട്ടിക്കും. കണ്ണൂരിലുള്ളവരൊക്കെ തന്നെ പറഞ്ഞില്ലേ, എന്തൊരു നല്ല മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. 3, കണ്ണൂരിലുള്ള സകല CPMകാരെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞു.
സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാംഗമാക്കി. അതും രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ ഒരു ഔദ്യോഗിക യോഗങ്ങളിലൊക്കെ തന്നെ കണ്ണൂരിൽ നടന്നു കഴിഞ്ഞാൽ അവിടെ സദാനന്ദൻ മാസ്റ്റർ വരും, പൊയ്ക്കാലിൽ വരും. ഇവർക്കാർക്കെങ്കിലും ഈ ഇവിടെ ഭരണത്തിലിരിക്കുന്ന CPM-കാർക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? സദാനന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ BJP കണ്ണൂരിൽ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് സദാനന്ദൻ മാസ്റ്ററെ. നോക്കിയോ, സദാനന്ദൻ മാസ്റ്റർ പാർലമെന്റിൽ രാജ്യസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ AA റഹീമും ജോൺ ബ്രിട്ടാസും ഒക്കെ പത്തി മടക്കി ചുരുട്ടിക്കെട്ടി ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം. ഈ ഇന്ത്യയിലേക്ക് ഒരു വലിയ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്. അതായത് ഈ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ ആളാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് വിളിച്ചു പറയാൻ പോവുകയാണ്. അപ്പോൾ ആ ആദ്യ ദിനം തന്നെ, രാജ്യസഭയിലെ ആദ്യ ദിനത്തിന് തന്നെ കാത്തിരിക്കുകയാണ്. അപ്പം അത് മൂന്നാമത്തെ. ഇനി നാലാമത്തെ, അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ ഇക്കുറി പ്രസംഗിച്ചത് BJP-യുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന്, കോൺഗ്രസിനെ ഇല്ലാതാക്കുക. എന്നിട്ട് ഒരിക്കൽ കൂടെ CPM വന്നാലും കുഴപ്പമില്ല, കോൺഗ്രസിനെ തകർത്തിട്ട് പിന്നെ CPM-ലേക്ക് പോകാം എന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ വന്നപ്പോൾ അമിത്ഷായുടെ പ്രസംഗം മുഴുവൻ ഇവിടുത്തെ ഭരണത്തിനും പിണറായിക്കും എതിരെയാണ് പോയത്. മുഴുവൻ പ്രസംഗങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കേസുണ്ട് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കേസുണ്ട് എന്നൊരു വാക്യം പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. ഈ കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? പിണറായി വിജയനും പ്രസംഗത്തിനിടയിൽ കേട്ടോ കേട്ടോ, അത് അവിടുത്തെ ഒരു ശൈലിയിലായിരിക്കും പറയുന്നത്. കണ്ണൂർ ശൈലിയിൽ പറയും, കേട്ടോ എന്ന് പറയും. അങ്ങനെ കേട്ടോ എന്ന് അമിത്ഷാ പറഞ്ഞു. അപ്പൊ ഈ 4 കാര്യങ്ങളും അത് എന്താണ്? ഈ പഴയ സ്വർണ്ണക്കടത്ത് കേസും ഇതെല്ലാം, ഈ അഴിമതി കേസെല്ലാം BJP കുത്തിപ്പൊക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അമിത്ഷാ മുമ്പൊന്നും വരുമ്പോൾ ഇങ്ങനെ പറയാറില്ല. പിണറായി വിജയനെയും CPM-നെയും ഭരണത്തിനെയും ഒന്ന് കുത്തി നോവിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം 4 കാര്യങ്ങളാണ്. 1 ആർലേക്കർ, 2 റവാഡ ചന്ദ്രശേഖർ, 3 സദാനന്ദൻ മാസ്റ്റർ, 4 കേരളത്തിൽ അമിത്ഷാ നടത്തിയ പ്രസംഗം, മുഖ്യമന്ത്രിക്ക് എതിരെ പറഞ്ഞ കാര്യം കേട്ടോ, അത് അടിവരയിടേണ്ടതാണ്. അപ്പോൾ BJP-ക്ക് ഒരു പദ്ധതിയുണ്ട്. ആർലേക്കർ വന്നത് വെറുതെ അല്ല വന്നത്. കാര്യങ്ങൾ മാറും, കളി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.